Dear students, welcome to corporate accounting class. We are discussing about the preparation of final accounts of a bank. In this class, we are going to discuss about the preparation of profit and loss account and balance sheet. So you have to prepare all the schedules and prepare balance sheet and profit and loss account. So while doing the problem, you have to consider one point. So profit and loss account and balance sheet are to be prepared firstly. Schedules are the attachment to the statements. അപ്പോൾ നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റും പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിലാണ് അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് കൊടുക്കുന്നത്. അപ്പോൾ 2 പേജ് ഒഴിച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യാൻ. ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അത് കഴിഞ്ഞ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സെഞ്ചുറി ബാങ്ക് ലിമിറ്റഡ് ഫോർ ദ ഇയർ 31/3/2012. അപ്പോൾ ഈ നോട്ട്ബുക്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഞാൻ എന്നിട്ട് ഈ വായിക്കുന്ന ഓരോ ഐറ്റവും ഏത് ഷെഡ്യൂളിലാണ് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. അതങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഓരോരോ കണക്ക് ചെയ്യുമ്പോഴും അത് നമുക്ക് കൂടുതൽ ഹൃദയസ്ഥമാവും. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ക്യാഷ് ഇൻ ഹാൻഡ്, നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് ഷെഡ്യൂൾ 6 വരുന്ന ഐറ്റമാണ്, ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് വിത്ത് അതർ ബാങ്ക്സ് ഷെഡ്യൂൾ 7 ആണ് ബാലൻസ് ഷീറ്റ്. ക്യാഷ് വിത്ത് RBI ഷെഡ്യൂൾ 5 ആണ്. ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI ഷെഡ്യൂൾ 5. ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ 8. ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് ഷെഡ്യൂൾ 9. സാലറി ആൻഡ് അലവൻസ് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 16. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഷെഡ്യൂൾ 16. അതർ എക്സ്പെൻസസ് ഷെഡ്യൂൾ 16. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറയുന്നു നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുള്ളതാണ്. സോ ഇറ്റ് ഈസ് ആൻ എമൗണ്ട് ഡ്യൂ ടു ദ ബാങ്ക്. അപ്പോൾ അതൊരു അസറ്റാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് അത് ഡെബിറ്റ് സൈഡിൽ വരുമ്പോൾ അത് അസറ്റാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ അത് അസറ്റാണ്. ഷെഡ്യൂൾ 11 അതർ അസറ്റ്സ്. ഇൻട്രസ്റ്റ് പെയ്ഡ് നമുക്കറിയാം ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഷെഡ്യൂൾ 15. ഫർണിച്ചർ ഷെഡ്യൂൾ 10. പ്രിമൈസസ് ഷെഡ്യൂൾ 11. ദെൻ ടേം ലോൺ ഷെഡ്യൂൾ 9. അതേപോലെ തന്നെ ടേം ലോൺ ഷെഡ്യൂൾ 9. പ്രിമൈസസ് എന്ന് പറയുന്നത് പിന്നെ പ്രിമൈസസും ഷെഡ്യൂൾ 10 ആണ്. ഫർണിച്ചറും പ്രിമൈസസും ഷെഡ്യൂൾ 10 ആണ്. ടേം ലോൺ ഷെഡ്യൂൾ 9. ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർഡ്രാഫ്റ്റ് ഷെഡ്യൂൾ 9. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് ഒന്നുകൂടെ പറയാം. ക്യാഷ് ഇൻ ഹാൻഡ് 6, ബാലൻസ് വിത്ത് അതർ ബാങ്ക് 7, ക്യാഷ് വിത്ത് RBI 5, ഇൻവെസ്റ്റ്മെൻറ്റ് 8, ബിൽസ് പർച്ചേസ്ഡ് 9, സാലറി 16, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 16, അതർ എക്സ്പെൻസ് 16, ഇൻട്രസ്റ്റ് അക്രൂഡ് 11, ഇൻട്രസ്റ്റ് പെയ്ഡ് 15, ഫർണിച്ചർ 10, പ്രിമൈസസ് 10, ടേം ലോൺ 9, ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർഡ്രാഫ്റ്റ് 9. Then credit balances. Interest received on advances. Schedule 13. Interest on investments. Schedule 13. Commission exchange etc. Schedule 14. Profit on sale of investment. Schedule 14. Other receipt, other income. Schedule 14. Share capital. Schedule 1. Statutory reserve. Schedule 2. Bills payable. Schedule 5. Borrowings from RBI schedule 4. Borrowings from other banks schedule 4. Current account schedule 3. Savings bank account schedule 3. Fixed deposit schedule 3. Profit and loss account balance profit and loss account in part 3. ഒന്നുകൂടി ഞങ്ങൾ വായിക്കാം. ക്രെഡിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ അഡ്വാൻസസ് 13, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 13, കമ്മീഷൻ എക്സ്ചേഞ്ച് 14, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 14, അതർ റെസീറ്റ് 14, ഷെയർ ക്യാപിറ്റൽ 1, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 2, ബിൽസ് പേയബിൾ 5, ബോറോയിങ്സ് ഫ്രം RBI 4, ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ് 4, കറണ്ട് അക്കൗണ്ട് 3, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് 3, ഫിക്സഡ് ഡെപ്പോസിറ്റ് 3, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ അക്കൗണ്ട്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ
ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഏറ്റവും താഴെ കാണിക്കുന്നതാണ് ബിൽസ് ഫോർ കളക്ഷൻ. എമൗണ്ട് 2,35,000. പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, എന്താ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ട് 2 എക്സ്പെൻഡിച്ചറിൻ്റെ അവിടെ കാണിക്കുന്നതാണ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് 3,85,000. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഓൺ ഷെയർസ് 20%. ഇപ്പോൾ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 lakh ആണ്. അതിൻ്റെ 20% 4 lakh ആണ് ഡിവിഡൻഡ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ട് 4 അവിടെയാണ് വരിക. ഇനി നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഷെഡ്യൂളിലേക്ക് പോവാം. നമുക്ക് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെഡ്യൂൾ 13 അതിൻ്റെ ടോട്ടലാണ് 9,25,000. അതർ ഇൻകം ഷെഡ്യൂൾ 14 അതിൻ്റെ ടോട്ടലാണ് 3 lakh. ടോട്ടൽ 12,25,000. ദെൻ എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഷെഡ്യൂൾ 15 ടോട്ടൽ 1,25,000. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 16 1,55,000. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസി ശ്രദ്ധിക്കുക, അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റമാണ്. അത് ഷെഡ്യൂളില്ല, അവിടെ കാണിക്കുന്നു 3,85,000 ടോട്ടൽ. ഇനി പ്രോഫിറ്റ് ഓർ ലോസ്. ആദ്യം പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ 1 - 2. 1 മീൻസ് ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. സോ 5,65,000 ആണ് പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ. നമുക്കറിയാം, പിന്നെ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 6,50,000. 6,50,000 അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. പാർട്ട് 3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രോട്ട് ഫോർവേഡ് 6,50,000. ടോട്ടൽ 12,15,000. ദെൻ അപ്രോപ്രിയേഷൻ, അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 25% ഓഫ് ദ കറണ്ട് ഇയർ പ്രോഫിറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20% അത് കൊടുക്കണം. 20%. അപ്പോൾ ആ 20% ഓഫ് 20 lakh 4 lakh പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ദെൻ ബാലൻസ് ട്രാൻസ്ഫേർഡ് ടു ബാലൻസ് ഷീറ്റ്. ഏതാണ്? ഷെഡ്യൂൾ 2 നമ്മളത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണ്. ബാലൻസ് ഷീറ്റിൽ ആദ്യം ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ ഷെഡ്യൂൾ 1 20 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ് 17,15,000. ഡെപ്പോസിറ്റ്സ് 7,25,000. ബോറോയിങ്സ് 4 lakh. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഷെഡ്യൂൾ 5 8,85,000. Then total assets, cash and balance with RBI 3 lakh. Balance with other banks and money at call and short notice. Money at call and short notice 4 lakh. Investments schedule 8 4 lakh. Advances schedule 9 29,50,000. Fixed assets schedule 10 16,25,000. Other assets 11,50,000. ടോട്ടൽ 57,25,000. ബിൽസ് ഫോർ കളക്ഷൻ, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് ബാലൻസ് ഷീറ്റിൻ്റെ താഴെ എക്സ്ട്രാ ഐറ്റം ആയിട്ടാണ് തരിക. ഇനി നമുക്ക് ഓരോ ഷെഡ്യൂളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം, ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ഷെയർ ക്യാപിറ്റൽ. റിസർവ്സ് ആൻഡ് സർപ്ലസ് അവിടെ ശ്രദ്ധിച്ചാൽ അവിടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഷെഡ്യൂൾ 2 ഇന്നർ കോളത്തിൽ കാണിച്ചിട്ട് കറൻറ്റ് ഇയർ അഡീഷൻ അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കറണ്ട് ഇയർ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 9 lakhൻ്റെ കൂടെ ഈ വർഷത്തെ 1,41,250 ആഡ് ചെയ്യുമ്പം 10,41,250. പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ട് 4 ബാലൻസ് 6,73,750. ശ്രദ്ധിക്കുക, സ്റ്റാറ്റ്യൂട്ടറി റിസർവിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ കറണ്ട് ഇയർ എമൗണ്ട് ആഡ് ചെയ്യണം, പ്ലസ് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ്. ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്സ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, സേവിങ്സ് ബാങ്ക് ഉണ്ട്, ടേം ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൻ്റെ ടോട്ടൽ. ഷെഡ്യൂൾ 4 ബോറോയിങ്സ് ഫ്രം RBI, ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ് ഷെഡ്യൂൾ 4 ടോട്ടൽ 4 lakh. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, ബിൽസ് പേയബിൾ, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു ഗിവ് ഡിവിഡൻഡ് ബട്ട് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. അത് കൊടുത്ത് തീർത്തിട്ടില്ല. അപ്പോൾ കൊടുത്ത് തീർക്കാത്തത് കൊണ്ട് അത് നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് കിടപ്പുണ്ട്. അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈസ് എ ഡിവിഡൻഡ് ഡിസൈഡഡ് ടു ഡിക്ലെയർ ബട്ട് നോട്ട് ഇഷ്യൂഡ്, നോട്ട് റിലീസ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ കമ്പനി അക്കൗണ്ട്സ് പഠിച്ചതാണ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്, സോ അത് അവിടെ അതർ ലയബിലിറ്റീസ് കാണിക്കുന്നു. ദെൻ പ്രൊവിഷൻസ്, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞ പ്രൊവിഷൻ 3,85,000. ഇനി ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, ക്യാഷ് ഇൻ ഹാൻഡ്
balance with RBI. Then schedule 7, balance with other banks. Or item മാത്രമേ ഉള്ളൂ 4 lakh. Investment, schedule 8, investment or item മാത്രമേ ഉള്ളൂ, investment 4 lakh, investment 4 lakh. Schedule 9, advances, bills purchased and discounted തന്നിട്ടുണ്ട് 2,50,000. Cash credit, overdraft and other loans എത്രയാണ് 14,25,000. ടേം ലോൺ അതും അവിടെ തന്നെയാണ് 12,75,000. ഇനി ഷെഡ്യൂൾ 10, ഫിക്സഡ് അസറ്റ്സ് 2 ഐറ്റമാണുള്ളത്, പ്രിമൈസസും ഫർണിച്ചറും, ടോട്ടൽ 16,25,000. ഷെഡ്യൂൾ 11, അതർ അസറ്റ്സ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് റിസീവ്ഡ്, സോ ഇറ്റ് ഈസ് ആൻ അതർ അസറ്റ്. ഷെഡ്യൂൾ 11. ഷെഡ്യൂൾ 12 ഒരു ഐറ്റവും ഇല്ല, കണ്ടിൻജന്റ് ലയബിലിറ്റി അത് ഒന്നുമില്ല. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവാണ്. ഷെഡ്യൂൾ 13, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് 8 lakh. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 1,25,000, ടോട്ടൽ 9,25,000. ഇനി അതർ ഇൻകം നമുക്കറിയാം, കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതർ ഇൻകം. അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോൾ 3 lakh. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, ടോട്ടൽ 1,20,000. ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, 1,20,000. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, സാലറി ആൻഡ് അലവൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതർ എക്സ്പെൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യുക. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷനാണ്. ഇതിൻ്റെ ഒരു 5-6 കണക്ക് നമ്മൾ ചെയ്യും. ഓരോ ദിവസവും ഓരോ പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഫുൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമുള്ള ഓരോ പ്രോബ്ലം ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു.